ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്കൊരു ബനാന മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കിയെടുത്താലോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത നേന്ത്രപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ബദാം സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മധുരത്തിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് പാലും ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തത്. ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി വരും, കോൺഫ്ലോറൊക്കെ ചേർത്തതുകൊണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് അതിലോട്ട് ആഡ് ചെയ്തിട്ട് ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ച് പഴം ഞാൻ താഴെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലും കുറച്ച് നമുക്ക് പഴം ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം. ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ നമുക്ക് തണുപ്പിച്ചെടുക്കണം. തണുപ്പിക്കാതെയും നിങ്ങൾക്ക് കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുമല്ലോ അല്ലേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.